വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്, വല്ലാത്തൊരു 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 വല്ലിടങ്ങേറ്, വല്ലാത്തൊരു വല്ലിടങ്ങേറ്. വല്ലാത്തൊരു വല്ലിടങ്ങേറ്. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മളെടുത്ത് പറയുമ്പോഴല്ലേ ഈ സംഗതികളൊക്കെ നടക്കണത്. ഇപ്പൊ അബുവിനോട് പറഞ്ഞപ്പോഴല്ലേ ഞാൻ അബുവിന് കെട്ടിച്ചെന്നത്. അല്ല, ഞാൻ നിങ്ങളോടൊപ്പം പെണ്ണടിച്ചിടാൻ പറഞ്ഞ നിങ്ങൾ തോന്നിനോ? പിന്നെന്തെങ്കിലും പറയണേ? അതല്ല, അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കെട്ടി, അതൊക്കെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് സാരല്ല. നിങ്ങളിപ്പോൾ എനിക്ക് പെണ്ണിടിഞ്ഞാല് എനിക്ക് സങ്കടമൊന്നുമില്ല. കാരണം എന്താ, എനിക്ക് നസീമാനെ പോലെ നല്ലൊരു പെണ്ണിനെ കിട്ടി, നല്ല കുട്ടികളുണ്ടായി, നല്ല കുടുംബമാണ്, ഒക്കെ സമാധാനം തന്നെ. പക്ഷേ അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഒരു അളിയനും ഇങ്ങനെ ഒരു അമ്മാവനുണ്ടാവും ഞാൻ ഒരിക്കലും കരുതിയില്ല. അമ്മോനെ കല്യാണം കഴിഞ്ഞപ്പോഴൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, അതെനിക്കും അറിയാലോ. പിന്നെ ഇപ്പോ ഈ അറാത്തായത് എന്താന്ന് എനിക്ക് തന്നെ അറിയില്ല. അല്ല, അന്ന് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഡബിൾ അറ്റായിട്ട് ഇപ്പൊ കുഴപ്പമുണ്ടാവണ്ടല്ലോ. അമ്മോനിപ്പോ നസീമാൻ അവിടുന്ന് ഒഴിവാക്കണം, ആ വീട് അവർക്ക് കിട്ടണം. എന്താ ചെയ്യേണ്ടത് മനസ്സിലാണല്ലോ ഇപ്പോൾ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? ചോദിക്ക്. അതൊക്കെ ഞാൻ സഹിച്ചു. നാട് മുഴുവൻ ഒരു രണ്ടാളും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മത്സരിച്ച് സാധനം വാങ്ങുക. ഇറച്ചിക്കടയിൽ നിന്ന് ഇറച്ചി ഒരാൾ 2 കിലോ കൊണ്ടുപോയാൽ മറ്റാൾ 4 കിലോ കൊണ്ടുപോകുക. ഒരാൾ 2 തേങ്ങട്ടുണ്ടായാൽ മറ്റാൾ 4 തേങ്ങട്ടുണ്ടാവുക. ഇതെന്താ മത്സരം? അതാണ് എനിക്കുള്ള ഒരു വലിയ പ്രശ്നം. സൂപ്പർ മാർക്കറ്റിലൊന്നും അവിടുന്ന് കച്ചറ. അതിപ്പോൾ കണ്ടാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായത്. എന്താ ചെയ്യുക? ഏതായാലും അപ്പോ ഒക്കത്തിനൊരു പരിഹാരം ഉണ്ടാവും. ഇപ്പം ഏതായാലും മഴ വരുന്നുണ്ട്, നമുക്ക് പോവാം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? ഈ പ്രശ്നത്തിൽ നിന്നൊന്നും ഒഴിവാക്കി തരി. ഒരു കാര്യം ശരിയാണ്, നസീമാൻ എനിക്ക് വേണം, എൻ്റെ സുലൈഖാൻ എനിക്ക് വേണം. രണ്ടുപേരും ഒരിക്കലും ഞാൻ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഈ അമ്മോൻ്റെ അളിയൻ്റെ അടുത്ത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ? ഏതായാലും അതിനൊക്കെ ഉള്ള പരിഹാരം ഞാൻ തന്നെ എനിക്ക് കണ്ടുതരാം. ഞാനാണല്ലോ ഈ ബല്യടങ്ങാറിലേക്ക് എന്നെ ചാടിച്ചത്. അതിന് സംശയമൊന്നുമില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ആ കാസിമാജി എന്നെ നല്ലോണം എടുക്കുന്ന അബൂനെ കൊണ്ടുപോയി കൊളാക്കിയെന്ന് നാട്ടുകാർ മുഴുവൻ പറയുന്നുണ്ട്. അങ്ങനെ പറയണ്ട. അങ്ങനെയല്ല, ഞാൻ പറയാം. അങ്ങനെ അല്ല, ഇനി ഇങ്ങനെയാണ് പോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുളത്തിലേക്കാൻ ചാടും. ഏതായാലും ഈ കാര്യത്തിൽ വലിയ ഇടങ്ങാറായിക്കണ്, അതെനിക്കറിയാം. അതെ, ആ വിഷയത്തിലൊന്നും കുളത്തിൽ ചാടി മരിക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വരൂല. അതിൻ്റെ ഇടക്ക് ജാബറേറ്റ് എന്തോ കമ്പനി കൂടിയെന്നോ ലോഗിയെന്നൊക്കെ പറഞ്ഞ് ഞോൻ്റെ തലേക്ക് 1-2 പെണ്ണിട്ടിക്കുള്ള പരിപാടി ഉണ്ടോ? അത് ജാബിറിനെ ഞാനൊന്ന് നോക്കിയതാണ്. അതെ, നോക്കണം, കുടുംബമൊക്കെ വേണം. പക്ഷെ ഒരു പെണ്ണ് മതി, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ആ ചെക്കനെ നല്ലവർക്ക് ജീവിച്ചോട്ടെ. ജാബിർ നല്ല കുട്ടിയാണ്. എനിക്കെന്താ അറിയോ, എനിക്ക് അവിടെ ഇവിടെയും ഈ 2 പേരിലും പോയിട്ട് എല്ലാ ബുദ്ധിമുട്ടും വരുമ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാൻ ഞാൻ ജാബിറിൻ്റെ പുറത്താണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കച്ചറ ഉണ്ടാവണത്. ഇജിപ്പോൾ നീക്ക്, നമുക്ക് പോവാം.
എന്ത് പറ്റി? സട്ടിട്ട് എന്ത് പറ്റി? നമ്മളെ അബു തലയിറങ്ങി വീണിക്കണം പള്ളീൻ്റെ അടുത്ത്. ഞാൻ നോക്ക്. ഹലോ, എന്റെ കാസിംക, അബു ഒന്ന് ചെറുതായിട്ട് തലയിറങ്ങി വീണിക്കണം. ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ഇജൊന്ന് നസീമാക്കൊന്ന് വിളിച്ചു പറഞ്ഞോളൂ. ഈ കുട്ടികളൊന്ന് പെട്ടെന്ന് പോരെ ഹോസ്പിറ്റലിലേക്ക്. ഉപ്പാക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നീ നസീമുമാനെ വിളിച്ചിട്ടൊന്ന് പറയോ? എന്താ പറ്റിയേ? തല കറങ്ങി വീണതാ.